പിണറായി വിജയൻ പറയുന്നു പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന്. സ്റ്റാലിനും പറയുന്നു പൗരത്വ ഭേദഗതി നിയമം തമിഴ്നാട്ടിൽ നടപ്പിലാക്കില്ലെന്ന്. മമതാ ബാനർജിയും പറയുന്നു പൗരത്വ ഭേദഗതി നിയമം ബംഗാളിൽ നടപ്പിലാക്കില്ലെന്ന്. പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതി അംഗീകാരം നൽകിയ ഒരു നിയമം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് നടപ്പിലാക്കില്ല എന്ന് പറയാൻ സാധിക്കും? ഭരണഘടനാപരമായിട്ടാണെങ്കിൽ സാധിക്കില്ല എന്നാണ് ഉത്തരം. പക്ഷേ രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ സാധിക്കും. ഭരണഘടനാപരമായിട്ട് നോക്കിയാൽ പൗരത്വം എന്നത് യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യമാണ്. യൂണിയൻ ലിസ്റ്റിൽ നിയമനിർമ്മാണ അധികാരം യൂണിയൻ ഗവൺമെന്റിനാണ്, അതായത് മോദി സർക്കാരിനാണ് എന്ന് സാരം. അങ്ങനെ യൂണിയൻ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം സുപ്രീം കോടതി റദ്ദാക്കാത്ത കാലത്തോളം ആ നിയമം സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയേ മതിയാകുള്ളൂ. നടപ്പിലാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം വന്നേക്കാം. കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാനത്തോട് നിയമം നടപ്പാക്കാൻ ഡയറക്ഷൻ നൽകാവുന്നതാണ്. ആർട്ടിക്കിൾ 365 പ്രകാരം യൂണിയൻ സർക്കാർ നൽകുന്ന ഡയറക്ഷൻ അനുസരിക്കാൻ ഏതെങ്കിലും ഒരു സംസ്ഥാനം വിസമ്മതിച്ചാൽ സംസ്ഥാനത്ത് ഭരണഘടനാപരമായി ഭരണം നടത്താൻ സാധിക്കാത്ത സാഹചര്യം വന്നു എന്ന് ഇന്ത്യൻ പ്രസിഡന്റിന് പ്രഖ്യാപിക്കാവുന്നതാണ്. അങ്ങനെ പ്രഖ്യാപിച്ചാൽ ആർട്ടിക്കിൾ 356 പ്രകാരം രാഷ്ട്രപതി ഭരണം നിലവിൽ വരുന്നതാണ്. അങ്ങനെ സംസ്ഥാന ഭരണം കേന്ദ്രത്തിൽ പോവുകയും കേന്ദ്രം നേരിട്ട് നിയമം നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് സാരം. അങ്ങേയറ്റം വർഗീയമായ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് പറയാൻ രാഷ്ട്രീയമായി ഒരു സംസ്ഥാന സർക്കാരിന് സാധിക്കും. പിണറായി വിജയന്റെയും സ്റ്റാലിന്റെയും മമതാ ബാനർജിയുടെയും ഒക്കെ നിലപാടുകൾ അത്യന്തം രാഷ്ട്രീയ നിശ്ചയദാർഢ്യങ്ങളുടേതാണ്. അതിനെ ആ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കാണാൻ പഠിക്കേണ്ടതുണ്ട്. CAAക്കെതിരെ രാജ്യത്ത് ആദ്യമായി പ്രമേയം പാസാക്കിയത് കേരള സർക്കാരാണ്. ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് അത്യന്തം വർഗീയമായ ഒരു നിയമം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നടപ്പാക്കാതിരിക്കാൻ അവർ ഏതറ്റം വരെയും പോകുമെന്നാകാം. ചിലപ്പോൾ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ കേന്ദ്ര ഗവൺമെന്റിനെ മുട്ടുമടക്കിക്കുമെന്നാകാം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 131 പ്രകാരം ഒറിജിനൽ റിട്ട് കേന്ദ്രത്തിനെതിരെ ഫയൽ ചെയ്യുമെന്നാകാം. നിയമത്തെ സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യുമെന്നുമാകാം. ചിലപ്പോൾ ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കേന്ദ്രം തുനിഞ്ഞാലും അതിനെയും നേരിടാൻ തയ്യാറാണ് എന്ന രാഷ്ട്രീയ നിലപാടുകളാവാം. കേന്ദ്രം പാസാക്കിയ ഒരു നിയമം കേരളമോ തമിഴ്നാടോ ബംഗാളോ ഒക്കെ നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോൾ അതിനെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടി വിലയിരുത്തേണ്ടതുണ്ട്. മതത്തിന്റെ പേരിൽ വിവേചനം പാടില്ല എന്നും നിയമത്തിന് മുൻപിൽ തുല്യ സമത്വം ഉണ്ടാകണമെന്നും എഴുതി വെച്ച ഭരണഘടനയെ പൗരത്വ ഭേദഗതി നിയമം ലംഘിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്ത്യൻ സമൂഹം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്. അതല്ലാതെ നിയമം നടപ്പിലാക്കില്ല എന്ന ചെറുത്തുനിൽപ്പുകളെയും രാഷ്ട്രീയ നിലപാടുകളെയും ഭരണഘടനയുടെ നൂലിൽ കെട്ടി വലിച്ചിഴയ്ക്കുകയല്ല വേണ്ടത്.